ഒരു മാസം മുമ്പ് ഞാൻ പുറത്തൊരു ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ എൻ്റെ ഒരു സ്നേഹിതനായ അച്ഛൻ അവിടെ ഡോക്ടറേറ്റ് ചെയ്യുന്നൊരു അച്ഛനുണ്ട്. അപ്പം അച്ഛൻ ഈ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഡോക്ടറേറ്റ് ചെയ്യണം, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള ഡോക്ടറേറ്റ് ചെയ്യും. അപ്പം അച്ഛൻ അപ്പോൾ ഈ അച്ഛന് എന്നോട് ഒത്തിരി സ്നേഹമുള്ള അച്ഛനാണ്. അപ്പം നമ്മുടെ ശുശ്രൂഷകളൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛൻ, കൂടുതൽ നല്ല വിശുദ്ധിയുള്ള അച്ഛൻ. എന്നോട് അച്ഛൻ പറയുക, ഡൊമിനിക് അച്ഛ, ഞാൻ ഒരുപാട് കാര്യം ഞാൻ എനിക്കൊന്നും പോകുന്നില്ല. അച്ഛൻ പറഞ്ഞൊരു പോയിന്റ്, പരിശുദ്ധാത്മ സ്നാനം സംഭവം ഉണ്ടോ കേട്ടോ അച്ഛൻ. ഞാൻ പറയാം വാട്ട് യു മീൻ? അച്ഛൻ പറഞ്ഞു, ഞാൻ എന്ത് ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ വർഷം കൊണ്ട് തീസസ് തീരും. എൻ്റെ ഗൈഡ് എനിക്ക് വളരെ സപ്പോർട്ടിങ്ങാണ്. അച്ഛൻ ഈ പരിശുദ്ധാത്മ സ്നാനം കിട്ടണം അച്ഛൻ എല്ലാവർക്കും. ഞാൻ പറയാം എന്താ ഇത്? അത് പരിശുദ്ധാത്മ സ്നാനം കിട്ടിയ ഒരു പ്രത്യേകത വെച്ചാൽ പിന്നെ നമ്മളെ ആർക്കും ഈശോയിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. എന്നിട്ട് പറ, അച്ഛന് വർഷങ്ങൾക്ക് മുമ്പ് അത് കിട്ടിയിട്ടുണ്ട് അച്ഛൻ. അതുകൊണ്ടാണ് ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് നഷ്ടങ്ങൾ വന്നാലും എന്ത് സംഭവിച്ചാലും ഈശോയോടുള്ളൊരു പാഷനേറ്റ് അഫെക്ഷനേറ്റ് ഒരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ, അത് കിട്ടും. അതെൻ്റെ അച്ഛൻ്റെ പ്രത്യേകത. സഭയോടൊരു പ്രത്യേക ഒരു സ്നേഹം, പരിശുദ്ധ കുർബാനയോടൊരു ആവേശം ഉണ്ടാവുകയെ, ബലിയർപ്പണത്തോടൊരു ആവേശം ഉണ്ടാവുകയെ, വിശുദ്ധ ജീവിതത്തോടൊരു ആവേശമുണ്ട്. അമേരിക്കൻ രാജ്യങ്ങളിൽ ഉള്ളൊരു വലിയൊരു പ്രോഗ്രാം ഉണ്ട്, ഈ ഓപ്പസ് ഡേ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഓപ്പസ് ഡേ അച്ഛന്മാർക്കൊക്കെ അറിയാമെന്നായിരിക്കും. അതായത് ഈ ഓപ്പസ് ഡേ എന്നുള്ളത് ഒരു ഇറ്റലിയിൽ തുടങ്ങിയ ഒരു കുടുംബജീവിതങ്ങൾക്കുള്ളതാണ്. കുടുംബജീവിതങ്ങളൊരു സന്യാസ ജീവിതം പോലത്തെ ജീവിതം നയിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ്. അടുത്ത നാൾ അവരെന്നെ അവരൊരു ഗ്രൂപ്പിൽ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചാണ്. കാത്തലിക് കമ്മ്യൂണിറ്റീസാണ്, ശരിക്കും നല്ല ഫാമിലീസാണ്. പപ്പനും അമ്മയും. അപ്പോൾ ഒരാൾ മാത്രമേ ജോലിക്ക് പോവുള്ളൂ. അവർ ഹോം സ്കൂളിംഗ് ആണ് ഒരു കൂടുതൽ. അത് വെച്ചാൽ കുട്ടികളെ അവർ സ്കൂളുകളൊന്നും വിടത്തില്ല, നേരെ മറിച്ച് ഇവർ വീട്ടിലെടുത്ത് ഇവരെ പഠിപ്പിക്കും, എക്സാമിന് കൊണ്ടുപോകും, നല്ല മാർക്കോട് ജയിപ്പിക്കും. എല്ലാ ദിവസവും അവരെ കൊണ്ട് പ്രാർത്ഥിക്കും, വിശുദ്ധ ജീവിതം, ബൈബിൾ ഭയങ്കര വിശുദ്ധ ജീവിതം, സിമ്പിൾ ലൈഫ്. അവിടെ നിയമമുണ്ട്, ഒരു വർഷത്തിൽ ഇത്ര $1000 മാത്രം ചിലവ് നടത്താൻ അവർക്ക് പറ്റുള്ളൂ. ആഡംബര വീടുകൾ പണിയാൻ പാടില്ല, അവർക്ക് നിയമമാണ്. അപ്പോൾ അങ്ങനെയുള്ള വെച്ചാൽ ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ഫാമിലീസ് ഉണ്ടെന്ന് പറയും. സ്ട്രിക്റ്റ് ഓർഡറിൽ ലഭിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവർ. മലയാളീസ് ഇത് മുഴുവൻ അമേരിക്കൻസാണ്. ഞാൻ പറഞ്ഞത് മലയാളീസിനെ കുറിച്ചല്ല, അമേരിക്കൻസ്. വിശുദ്ധ ജീവിതം നയിക്കും. അവർക്ക് ഒന്നാം സ്ഥാനം സഭയാണ്. അപ്പൊ ആ ഒരു ബന്ധമുണ്ട് അച്ഛൻ. അപ്പൊ അവർ പറയാണ്, അച്ഛൻ പറയാം, അച്ഛൻ ഇതിന് കാരണം മറ്റൊന്നുമില്ല, ഈ ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്, അരൂപിയുടെ സ്നാനം അവർ ഉള്ളിൽ കിട്ടി. അതോടെ അവർക്ക് എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എല്ലാറ്റിനേക്കാളും ഇഷ്ടം ഈശോയാണ്. അച്ഛൻ പറയാം, ഇത് കിട്ടണം അച്ഛാ. നമുക്കില്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ, നമ്മൾ ബാപ്റ്റിസം കിട്ടിയവരല്ലേ, എല്ലാം ഉള്ളവർ. അപ്പം അച്ഛൻ പറഞ്ഞു, യെസ് ഫാദർ, യു ആർ റൈറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛൻ, നമുക്ക് പലപ്പോഴും സീഡാണ് അത് കാത്തലിക് ചർച്ചിലാണ് സത്യത്തിൽ എല്ലാ വരങ്ങളും ദാനങ്ങളും മുഴുവൻ കൃപകളുടെയും പൂർണ്ണത ഫുൾനെസ് ഇരിക്കുന്ന മുഴുവൻ കൃപാവരങ്ങളുടെ നിധി, അതിൻ്റെ മുഴുവൻ ശതമാനം ഇരിക്കുന്ന കത്തോലിക്ക തിരുസഭയിലാണ്. ഓരോ കൂദാശകളിലുമുള്ളത് അവർണ്ണനീയമായ ദാനമാണ്, വർണ്ണിക്കാനാവാത്ത ദാനങ്ങൾ. പക്ഷേ അത് അത് കാണുന്നില്ല പല ക്രൈസ്തവരിലും. സ്വീകരിക്കുന്നത് കാണുന്നില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം അച്ഛൻ പറയാം, ഇതെല്ലാം സീഡായിട്ടാണ് കിട്ടി വെച്ചാൽ നമുക്ക് മുഴുവൻ സീഡാണ്, മുഴുവൻ വിത്താണ്, നിധികളാണ്, മുഴുവൻ നിധി. പൗരോഹിത്യവും അല്ലെങ്കിൽ ഇപ്പം വിവാഹമെന്ന് കൂദാശിക്കും, പൗരോഹിത്യവും, അതിനെല്ലാം ധാരാളം കൃപകൾ നൽകപ്പെടുന്നത്. പരിശുദ്ധ കുർബാന മുഴുവൻ കൃപകളാണ്, മുഴുവൻ അത് നിധികളാണ്. അച്ഛൻ ഡോക്ടറേറ്റ്, നമ്മുടെ ഒരു അച്ഛനാണ് ഡോക്ടറേറ്റ് ചെയ്യുന്ന അച്ഛനാണ്. എല്ലാം നിധികളിരിക്കുക അച്ഛൻ. പക്ഷെ ഇത് പൊട്ടിവളയ്ക്കുക അതിനൊരു പരിശുദ്ധാത്മ, അതിനാണ് ഈ വചന പ്രഘോഷണ മേഖല അത്യാവശ്യമാണെന്ന് അച്ഛൻ പറയുകയാണ്. സഭാചരിത്രം വെച്ചുകൊണ്ട് പറയാ, വചന പ്രഘോഷണം അതിശക്തമായിട്ട് സഭയിലുണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് പൊട്ടിമുളയ്ക്കുകയുള്ളൂ. പ്രസലോഷ് ഉണ്ട്. വചന പ്രഘോഷണമില്ലെങ്കിൽ ഇത് പൊട്ടിമുളയ്ക്കും. ഇത് സീഡായിട്ട് അവർക്ക് കിടക്കുമെന്നില്ല, അത് പ്രവർത്തിക്കും. ഇവിടെ നിങ്ങളെല്ലാം എല്ലാ വരങ്ങളും നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സീഡുകള്, കൃപകള് ധാരാളം ഇരിപ്പുണ്ട്.
ഓരോ ബലിയിലൂടെയും ഓരോ കൂദാശകളുടെ നൽകപ്പെട്ട കൃപാവരങ്ങൾ എൻ്റെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും എൻ്റെ ആത്മാവിലും പകർന്നു. അതിൽ 1 2 5 നമ്മൾ മുളച്ചിട്ടുള്ളൂ. മുഴുവൻ മുളച്ച് അത് വെളിപ്പെടണേ, അത് വളർന്ന് ഫലം ചൂടണമേ. ആ ഫലം പരിശുദ്ധാത്മാവിൻ്റെ വരദാന കൃപകൾ പക്ഷേ അതിനൊരു മഴ പെയ്യണം. ഇവിടെയാണ് ഒരു ചെറിയൊരു ദൈവശാസ്ത്രം പഠിപ്പിക്കുക, സഭയുടെ ദൈവശാസ്ത്രം സഭ പഠിപ്പിക്കുന്ന കേട്ടോ. മറ്റു വെള്ളാനിക്കലച്ചൻ പറയുന്നൊരു സംഭവമുണ്ട്, ഏറ്റവും വലിയൊരു ദൈവശാസ്ത്രം കേരള സഭയുടെ മറക്കാനാവാതെ ഒരിക്കലും മാറ്റിവെക്കാനാവാത്ത ദൈവശാസ്ത്രം. മാത്യു വെള്ളാനിക്കലച്ചൻ പറയേ, സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് ഈശോയുടെ ചങ്കിൽ നിന്നാണ് സഭ വരുന്നത്. ചോരേ ചെലും പടയാളി ഒരുവൻ അവന്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടുന്ന് ചോരയും ജലവും ഒഴുകപ്പെട്ടു. ചോര ജീവന്റെ അടയാളം, ജലം പരിശുദ്ധാത്മാവിനാണെന്നാണ്. ഇത് സഭയുടെ പ്രതിനിധിയാണെന്ന് പറയുന്നത് ഒറ്റക്കണ്ണനായ ലോങ്കിനോസ്. അപ്പൊ അവന്റെ കണ്ണിലേക്ക് ഒഴുകപ്പെട്ട് അവന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞത് സത്യമായും ദൈവപുത്രനാണെന്ന്, ദൈവമാണെന്ന് ഏറ്റുപറയുന്നത് കാണാൻ പറ്റും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും അച്ഛൻ പറയുന്ന പരിശുദ്ധാത്മാവ് ശരിക്കുള്ള പെന്തക്കോസ്ത, പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയത്, പരിശുദ്ധാത്മ പെന്തക്കോസ്ത ശരിക്കും നടന്നത് ഈശോ മരിച്ച വേളയിലാണ്. അപ്പോഴാണ് സഭയുണ്ടായത്. സഭ പൊട്ടിപ്പുറപ്പെടുന്നത് കർത്താവിൻ്റെ ചങ്കിൽ നിന്ന്, അവിടുന്ന് എല്ലാം ഒഴുകപ്പെട്ടു. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന് ശേഷം വീണ്ടും ഒരു സംഭവം കാണാവേ, അതിനോട് ചേർന്ന് കാണാം. അവിടെ യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഇതാണ് കൂദാശകൾ. കൂദാശകളെല്ലാം വരുന്നത് ഈശോയുടെ ചങ്കിൽ നിന്ന്. എല്ലാ കൂദാശകളുടെയും ഉത്ഭവം സഭ തന്നെ കൂദാശയാണല്ലോ. വിശുദ്ധീകരിക്കും, നമ്മളെ വിശുദ്ധീകരിക്കുന്ന, നമുക്ക് നിത്യജീവൻ പ്രദാനം നൽകുന്നത്, പരിശുദ്ധാത്മാവ് നൽകുന്നതെല്ലാം ഈശോയുടെ ചങ്കിൽ നിന്ന്, കൂദാശയിലൂടെ, സഭയിലൂടെ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, എന്നാട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ആ ഒരു പരിശുദ്ധാത്മ അതാണ് അവസാന നാളുകളിൽ എന്ന് പറയുമ്പോൾ അതാണ്, അതായത് പാപം, മരണം, സാത്താൻ്റെ അവസാനം, അതാണ് അവസാനം. ആ അവസാന നാളുകളിൽ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് പറഞ്ഞ സംഭവം അരങ്ങേറുന്നത് ശരിക്കും അച്ഛൻ പറയും ഈശോ മരിച്ച വേളയില്ല. ഹല്ലേലൂയ, എന്നാട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. ശരിക്കും ആ ദിവസം തന്നെ പ്രപഞ്ചം മുഴുവൻ ആത്മാവിനെ വർഷിക്കപ്പെട്ടെ. അതുകൊണ്ട് സഭയ്ക്ക് നൽകിയെന്ന് പറഞ്ഞു, സഭയ്ക്ക് ഈശോ ആത്മാവിന് ജീവൻ നൽകിയെന്ന് പറയുന്നത്. പക്ഷേ അത് രണ്ടാമതൊരു സംഭവം, അന്ന് പെന്തക്കോസ്ത എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 40 നാൾ കഴിഞ്ഞ് നടക്കുന്ന വലിയ സംഭവം. ശ്രമത്തിൽ പറഞ്ഞേ 50 നാൾ കഴിഞ്ഞ് നടക്കുന്ന വലിയ സംഭവമായ പെന്തക്കോസ്ത അനുഭവം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ശിഷ്യഗണത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാകുന്ന കാണാൻ പറ്റും. ഈ പരിശുദ്ധാത്മ സ്നാനം അന്ന് മാത്രമല്ല, വീണ്ടും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അവർ കൂടുമ്പോഴെല്ലാം ഈ സംഭവം ഉണ്ടാകുന്ന കാണാൻ പറ്റും. ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു, ഭൂമി കുലുങ്ങുന്നു, അവരിക്കുന്നത് ഒരു കുലുക്കമുണ്ടായി. അവരൊരുമിച്ച് സമ്മേളിച്ചെടുത്ത അഭിഷേകം ഉണ്ട്. അത് വീണ്ടും ഇതിങ്ങനെ ഒരു സംഭവം കൂടെ കാണുന്നുണ്ട്. അരൂപിയുടെ പ്രവർത്തനം. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് കൂടുതലും കാണുന്ന പത്രോസ് അപ്പോസ്തല പ്രവർത്തനം 10:44 പറയും, പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പരിശുദ്ധാത്മ സ്നാനമുണ്ട്. വചനം കേട്ടുകൊണ്ടിരുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മ സ്നാനമുണ്ടായി. ഇത് വേറൊരു സംഭവം ഉണ്ട്. ശരിക്കും പൗലോസ്ലീഹായുടെ മാനസാന്തരം. പൗലോസ്ലീഹ ഡമാസ്കസ് ഗേറ്റിംഗ് വരുമ്പോൾ ആകാശത്തൊരു മിന്നലൊളി, ഒരു ഇടിമിന്നൽ വന്നിട്ട് ആഞ്ഞു വെട്ടുകയാണ്. ഇവനെ വെട്ടി ഉടനെ ഇവന് കുതിരപ്പുറത്തും താഴെ വീണ്. അപ്പോൾ ശരിക്കും അതൊരു പരിശുദ്ധാത്മ സ്നാനമായിരിക്കും നടന്നത്. അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം ഇടിമിന്നൽ, നമ്മൾ കേരളത്തിൽ കാണാം ഇടിമിന്നൽ, ഇടിമിന്നൽ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത, 2 സംഭവം നമുക്കറിയാം. ഇടിമിന്നൽ നൈട്രജൻ ഭൂമിയിലോട്ട് ഇറങ്ങുന്നൊരു സംഭവം ഉണ്ടല്ലേ, ഒരു പവർ ഇറങ്ങും, വലിയ ശക്തി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഭൂമിയിൽ മണ്ണിൽ കിടക്കുന്ന വിത്തുകളൊക്കെ, പ്രത്യേകിച്ച് കൂണൊക്കെ പൊട്ടി മുളയ്ക്കും. ശരിക്കും നമ്മൾ മണ്ണ് കിളച്ച് നോക്കി കൂണൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇടിമിന്നൽ കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ ഇവിടെ എല്ലാം ധാരാളം കൂണുകൾ പൊട്ടി. ഇതുപോലെയാണെന്ന് പറ, അതായത് കൂദാശകളോടെ എന്നിലേക്ക് ചൊരിയപ്പെട്ട നൽകപ്പെട്ട പരിശുദ്ധാത്മാവാകുന്ന വിത്തുകൾ പൊട്ടിമുളയ്ക്കാൻ ഒരു ഇടിമിന്നലുണ്ടാവുക. ആ ഇടിമിന്നലാണ് ദൈവവചനം, കർത്താവിൻ്റെ വചനം. ആ വചനം വന്ന് അന്ന് വചനം കേട്ട
കേട്ടുകൊണ്ട് കേൾക്കാവുന്ന അത്രയും ദൈവവചനം കേൾക്കണം. പ്രൈസ്. അത് സഭയിലൂടെ തന്നെ കേൾക്കും. അപ്പോൾ നിന്നിൽ വിതയ്ക്കപ്പെട്ട, സഭയിൽ വിതയ്ക്കപ്പെട്ട കൂദാശകൾ വിതയ്ക്ക മുഴുവൻ കൃപ. ഞാൻ എന്ന് പറയാൻ കാര്യം, അച്ഛൻ ഇന്ന് പൈശാചിക ബേഷിച്ചു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ പറയും അത് നിങ്ങൾ ഒരിക്കൽ എൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ കൂടെ പറയും, എൻ്റെ ഡയറികൾ നോക്കിയാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈബിൾ വചനം തന്നെ വായിക്കുമായിരുന്നേ, പഠിക്കുമായിരുന്നേ, കാണപ്പോ കേൾക്കുമായിരുന്നു. കേട്ടോടുന്നപ്പോഴാ ഇടിമിന്നൽ ഇറങ്ങുകയാ, തീ ഇറങ്ങുകയാണത്. അപ്പോഴാ കൂദാശകളിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പൊട്ടിമുളയ്ക്കുന്നത്. വചനം കേൾക്കാതെ പോകുമ്പോൾ ആണ് വചനപ്രഘോഷണങ്ങൾ എവിടെയെല്ലാം തടസ്സപ്പെടുത്തുന്നു. അതാരായാലും കൊള്ളാം, അവരെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. സുവിശേഷ പ്രഘോഷത്തെ ആരെവിടെ തടയുന്നു? 100% ഉറപ്പ് സഭയെ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്ന ആളുകളാണ്. അതാരായാലും വേദശാസ്ത്രവുമായിട്ട് വരുന്ന വ്യക്തികളും യു ഷുഡ് ബി വെരി അലേർട്ട്. സഭ ശ്രദ്ധിക്കണം, സഭാ മക്കൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ശബ്ദമേർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആയിരക്കണക്കിന് ഞാൻ പരിശുദ്ധാത്മാവ് 15 ദിവസങ്ങൾ കൊണ്ട് എന്നെ 2000-ലധികം ദൈവവചനം കാണാപ്പാടം പഠിപ്പിച്ച്. പ്രൈസ്. 2000-ലധികം ദൈവവചനം പഠിച്ചു. 2 ആഴ്ച മാക്സിമം 20 ദിവസത്തിനോട് 2000 ദൈവവചനം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയും, എനിക്ക് കർത്താവിൻ്റെ കുരിശു മരണത്തിലൂടെ കിട്ടിയ, കൂദാശകളിലൂടെ കിട്ടിയ, ചങ്കിൽ നിന്ന് ഒഴുകപ്പെട്ട് കിട്ടിയ, സഭയിലൂടെ ലഭിക്കപ്പെട്ട പരിശുദ്ധ കൃപയുടെ വിത്തുകൾ പൊട്ടിമുളച്ചത് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ. വചനം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ബന്ധന വഴിയിൽ 2 കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അത്ഭുതങ്ങളും രോഗശാന്തികളും ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ അറിയാവോ? അത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന. ചിലക്ക് രോഗശാന്തി കിട്ടുന്നത് അച്ഛൻ അവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ശക്തിയൊന്നുമല്ല, എനിക്കൊരു പവറും ഇല്ല. ഈ കൃപയാണ്. ഈശോ മിശിഹായുടെ ചങ്കിൽ നിന്ന് 2000 വർഷങ്ങൾ മുമ്പ് ഒഴുകപ്പെട്ട ചോരയും ജലവും, ആ ആത്മാവുണ്ടല്ലോ, ജീവജലം, അതാണ് പ്രവർത്തിക്കുന്നത്. അത് സഭയിലൂടെ നൽകപ്പെടുക. ഓരോ ദിവസവും സഭയിലൂടെ നൽകപ്പെടുക. അവിടെ മക്കളെ തിരുസഭയുണ്ടല്ലോ, വെരി പവർഫുൾ. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് പറഞ്ഞേ പോര 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 ഉച്ചത്തില്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ രസകരമായ സംഭവം ഞാൻ ഇവിടെ പറയുമ്പോൾ ചെള്ളക്ക സസ്യം ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലേലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് എന്നെ കാണാൻ വേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ദൈവമേ എന്തിനാണോ വരുന്നത്, മിക്കവാറും തർക്കിക്കാനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം എന്നോട് ചോദിച്ചു, അച്ഛനെ കാണാം. ഞാൻ പറയും എന്താണോ, എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല അച്ഛ കുഴപ്പമില്ല, പുള്ളി പാവമായിട്ട് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛനെ കാണണം. അപ്പോൾ അടുത്ത് വരെയും പുള്ളി നേരെ ഒറ്റ മുട്ടുകുത്തി, അച്ഛൻ കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം എന്നാ പറ്റിയിട്ടാ? അപ്പോൾ ജനയ്ക്ക് സന്തോഷമായി. അവർക്ക് പറഞ്ഞു, അച്ഛാ പറയും യു ആർ എ പ്രീസ്റ്റ്, അച്ഛന് മാത്രമേ, നിങ്ങൾക്ക് മാത്രമേ ഈ അധികാരം ഉള്ളൂ. അതുകൊണ്ട് എന്നിലും എൻ്റെ സഭയിലുള്ള പിശാചുക്കളും ഒന്ന് ബന്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു. അസ്വസ്ഥത ഉണ്ടാകുന്ന എനിക്ക് നല്ല ഉറപ്പായിട്ട് തന്നെ ഈ ക്ലാസ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാകേണ്ടടുത്ത് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ ഹല്ലേലൂയ. പലയിടത്തും പോകുന്ന ദൈവമക്കൾ ഓർത്തോണം, സത്യവിശ്വാസവും സത്യസഭയുടെയും മഹത്വം നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കൈയെടുത്ത് കർത്താവ് പറഞ്ഞേ പോര 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 ഉച്ചത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ. ആ മനുഷ്യന് 15 മിനിറ്റ് എൻ്റെ അടുത്ത് മുട്ടുമേ എന്നുകൊണ്ട് പ്രാർത്ഥന മേടിക്കാം. എനിക്ക് ചിരി വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രിയപ്പെട്ട മക്കൾ കത്തോലിക്ക സഭയിൽ അല്ല അപ്പസ്തോലിക കൃപയുണ്ട്. അത് ലൂക്ക 9:1 അവൻ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അധികാര ശക്തി കൊടുത്തു. ഇത് ഇപ്പം നിങ്ങൾ നോക്കി സഭയെ പീഡിപ്പിക്കുന്ന പൈശാചിക ശക്തിയാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുക. എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് ചോദിച്ചോളുക, എന്നോട് ശുശ്രൂഷയിൽ അണക്കര നടന്നൊരു വലിയൊരു സംഭവമുണ്ട്. ഒരു ദിവസം ഒരു ആദ്യ ശനിയാഴ്ച രാവിലെ 9 മണിയാകുമ്പോൾ ഞാൻ അൾത്താരയിൽ അടുത്ത് പോയി നിന്ന് സുവിശേഷ പ്രഘോഷണം തുടങ്ങുകയെ. 9 മണിക്ക് തുടങ്ങിയാൽ അത് തീരുന്നത് 3 മണി വരെ. അവിടെ ഞാൻ മാറില്ല, ഉപവാസമാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും, ജനവും ദൈവജനവും മൊത്തം ഉപവാസമാണ്. പ്രൈസ് ദി ലോർഡ്.
3 മണിയായപ്പം തീർന്നു കഴിഞ്ഞിട്ട് ഇവർ ആളുകളെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കും. വരുന്നവരെ മുഴുവൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയിലുണ്ടോ എന്ന് ഏറ്റവും വലിയ തെളിവ് പറയാൻ പോകും സർവ്വ. അതുപോലെ പൈശാചിക സഭയ്ക്കെതിരെ വരുന്നുണ്ടോയെന്നും കൂടെ അറിയാൻ കർത്താവ് എനിക്ക് തന്ന അടയാളം. പക്ഷെ ഞാൻ അത്ര മുഴുവൻ അത് ഗ്രഹിച്ചില്ല. പിന്നീട് ഇപ്പം ഞാൻ ദൈവമേ ശരിക്കും അത് അടയാളം വരുന്നു, ഞാൻ അത് മുഴുവൻ സ്വീകരിച്ചില്ല. എനിക്ക് സങ്കടമുണ്ട്. സർവ്വ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം. ഓടിച്ചിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ വളരെ വേഗത്തിൽ പോവാണ്. പോകുന്ന വഴി പെട്ടെന്ന് പരിശുദ്ധമായി ഇങ്ങനെ. അപ്പം എൻ്റെ കൂടെ അച്ഛന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നിൻ്റെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ ആളുകൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ജനം നിൽപ്പുണ്ട്. നേരെ പുറകെ നിൽക്കുന്നവനെന്ത് ബന്ധിക്കും, നിന്നെ ഉപദ്രവിക്കാൻ വരിക. പ്രസലാഷം. അപ്പം എനിക്കിതറിയത്തില്ല. ഉള്ളിൽ പ്രേരണ ശക്തം. ഞാനിങ്ങനെ ഒറ്റ തിരിച്ച് എനിക്ക് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. പക്ഷെ കൈ കൊണ്ട് ചില ഒറ്റ അലർച്ചയോടെ എന്നോട് പറയാം, നിന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി ഞാൻ വന്നതാണ്. പ്രസലാഷം. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. പൈശാചിക ശക്തി സഭയെയും സഭയുടെ ശുശ്രൂഷകളെയും തകർക്കാൻ ഈ നാളുകളിൽ ഒരുപാട് പേരുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോട് പ്രവർത്തിക്കുക. അതിവർ പേടിച്ചു എൻ്റെ കൊടുക്കണം. അപ്പോൾ ആളുകളും പേടിച്ച് ഇവന് ഒറ്റ അലറിക്കൊണ്ടത് പറയുകയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. വേറെ പേര് പറഞ്ഞിട്ടേക്കല്ല ഈ സംഭവം ഇവിടെ നടക്കുന്നത്. എൻ്റെ പേര് പറയുമ്പോഴും ഞാനുള്ള ഈശോയുടെ നാമം പറഞ്ഞാലേ ഇളകുള്ളൂ, അല്ലാതെ പോകത്തില്ല. അല്ല ഒരു പ്രശ്നമില്ല, എന്നെ ഒരു പ്രശ്നമില്ല. അവിടെ അടങ്ങി അവിടെ ഇരുന്നോളും. അവിടെ നിന്ന് പ്രവർത്തിച്ചു. പിന്നെ ഇതങ്ങ് പോയിട്ട് പുറത്ത് സൈഡിലുള്ള ഭിത്തിക്കിട്ട് പോയി ഇടിച്ചാണ് ഈ മനുഷ്യൻ ഡെലിവറൻസ് ഉണ്ടായി. ഭയങ്കര സംഭവം. പക്ഷെ ഞാൻ പോലും ഈ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം അതുപോലെ നിറഞ്ഞ് പള്ളിക്കകത്ത് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. വിഷമിക്കുക ഇടയ്ക്ക്. ഞാനതിന് ഈശോ ഒത്തിരി നന്ദി. ഞാൻ അവിടുത്തെ എന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ അല്ല, ഇത് നമ്മൾ ഓരോ അടയാളങ്ങളല്ലേ സഭയെ ആക്രമിക്കാൻ. നമ്മുടെ അകത്ത് നിന്ന് തന്നെ നമ്മുടെ ഉള്ളവരെ തന്നെ പിശാചിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം വേണം. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ചുറ്റും നിന്നും നിന്നെയല്ല സഭയുടെ കൂദാസികളെ ദൈവവചന ശുശ്രൂഷകളെ തകർക്കാൻ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മ സ്നാനം ഞാൻ പറഞ്ഞത് ഇടിമിന്നലുണ്ടാകുക. പൗലോസിൻ്റെ സാവൂൾ എന്ന് പറഞ്ഞ ഒരു ഇടിമിന്നലുണ്ടാകുകയാണ്. ശരിക്കും ഞാൻ പറയും എല്ലാ ഈശോയുടെ കുരിശുമരണത്തിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പൗലോസിലും ഉണ്ടാകാം. അപ്പോൾ ഈ ഇടിമിന്നൽ പറഞ്ഞു ഇത് വന്നപ്പോഴാണ്. അപ്പോഴും ബോധം കെട്ട് താഴെ വീണല്ലേ അവനിങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് വന്നപ്പോഴും കേട്ടു, സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. ശരിക്കും ഞാൻ പറയും ഈശോ അന്നല്ല അവനെ വിളിച്ചിട്ടുള്ളത്, അതിനു മുമ്പ് 1000 വട്ടം സാവൂളിനോട് പക്ഷെ കേൾക്കത്തില്ല. കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം കിട്ടണം. പ്രസലോഷ് ദൈവാരൂ അപ്പോൾ കാണാൻ പറ്റുക. കാണണമെങ്കിൽ തന്നെ ഒരു കണ്ണാടി വെച്ച് തരികയാണ്. കാഴ്ച കുറഞ്ഞവർക്കൊരു കണ്ണാടി വെച്ച് കൊടുക്കുമ്പോൾ കാണാമെന്ന് പറയും. ഇതാണ് പരിശുദ്ധാത്മാവ്. ആ അഭിഷേകത അത് കിട്ടിക്കഴിയുമ്പോൾ കാണാൻ നിനക്ക്. ചുമ്മാ ഹലൂസിനേഷൻ അല്ല അച്ഛൻ പറയുന്നത്. വെറും തോന്നലുകൾ പറയുന്ന ആൾക്കാരാണ്. അതല്ല അച്ഛൻ പറയുന്നത്. മാനസിക രോഗം കൊണ്ട് പറയുന്നത് അതല്ല അച്ഛൻ പറയുന്നത്. ഈശോ നമുക്കറിയാം വീണ്ടും പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതായിട്ട് ഒരു സംഭവം കൂടി. യോഹന്നാൻ 20-ാം അധ്യായത്തിൻ്റെ 22-23 വചനം പഠിക്കുമ്പോഴേ അവിടെ കാണാവേ. അതായത് ഈശോ വീണ്ടും ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അവിടെയും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വെളിപ്പെടണമെങ്കിൽ അഗ്നി ഇറങ്ങണം, ഒരു ഇടിമിന്നൽ ഇറങ്ങണം. ആകാശത്ത് ഇടിമിന്നലിറങ്ങുമ്പോൾ ഭൂമിയിൽ കിടക്കുന്ന വിത്തുകളെല്ലാം പൊട്ടിമുളയ്ക്കുന്ന പോലെ നീ വചനം കേൾക്കണം. ആ തീ പോലത്തെ വചനം കേൾക്കണം. ശുദ്ധമായ വചനം, വിശുദ്ധിയുള്ള വചനം, സത്യവചനം, ഈശോമിശിഹായെ കേൾക്കണം. നീ രക്ഷകനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിൽ സഭയിലൂടെ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപകളുടെ വിത്തുകളും പൊട്ടിമുളയ്ക്കും. സുവിശേഷ പ്രഘോഷണം ഞാൻ പറയും, അത് സൂക്ഷിക്കണം. എല്ലാ സുവിശേഷ പ്രഘോഷണവും പറ്റിയല്ലോ കേട്ടോ. ചില സുവിശേഷ പ്രഘോഷണം കേട്ടാൽ ചിലപ്പോൾ നമ്മളിൽ ഉണർന്നിരിക്കുന്നത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പ്രസിലോഷ് അതുകൊണ്ട് ബുദ്ധി കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്ന സുവിശേഷമുണ്ട്. പ്രസിലോഷ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നതുമുണ്ട്. അരൂപിയുടെ വരങ്ങളെയും ദാനങ്ങളെയും കൃപകളെയും ഒക്കെ പരിഹസിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കാൻ നല്ല ധൈര്യം കിട്ടിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസിലോഷ് സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കയ്യടിച്ച് പോരാ, നന്നായിട്ട് കടിച്ച് അഭിഷേകത്തോടെ ഹല്ലേലൂയ.
ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ സ്നാനം കിട്ടുന്ന സംഭവമാണ്. പൗലോസിലേക്ക് ഇത് ഇടിമിന്നൽ ഇറങ്ങിയപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ചൈതന്യം പൊട്ടി ഉണരുക. അപ്പം അതിനുശേഷം സഭയിലൂടെയുള്ള കൂദാശ സ്വീകരിക്കുന്നുണ്ട്. അനനയാസ് എന്നിട്ട് ഇവൻ്റെ തലയ്ക്ക് വെച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാം വീണ്ടും വേണ്ടി പരിശുദ്ധാത്മ എന്ന് പറയും. അവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മ സഭയിലൂടെ പരിശുദ്ധാത്മ അവന് നൽകപ്പെടുകയാണ്. നൽകപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ജ്വലിക്കാൻ തുടങ്ങി. അവൻ ആള് മാറി. അന്ന് വരെ സഭയ്ക്കെതിരെ പോയവൻ, സഭയെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടവൻ, സഭയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു, ഇത് ക്രിസ്തുവിന് വേണ്ടി, ഈശോ മിശിഹായ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന കാണാവേ. രണ്ടും കെട്ട് നടക്കുന്നൊരു വ്യക്തി ജീവൻ എങ്ങനെ മാറി. ഇതാണ് ആത്മാവിൻ്റെ അഭിഷേകം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനോയിൻറ്റിങ്ങിനെ നമ്മൾ തടയുന്നുണ്ട്. ഈ തടയുന്നത് അപകടമാണ്. നമുക്കും അപകടം, ദൈവജനത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ എല്ലാവർക്കും അപകടമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു.